എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നത്. എന്നാലും ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പാചകവും കാര്യങ്ങളും ഒന്നും ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഇന്ന് ഞാനൊരു കാര്യം പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമായേ. അപ്പം ഈ 2023 ഞാൻ ചാനൽ തുടങ്ങിയത്. ഇപ്പം 2024 25 ആകുമ്പോഴത്തേനും 2 വർഷമാവും എൻ്റെ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് 1 വർഷം ആയപ്പോഴത്തേന് തന്നെ എനിക്ക് അത്യാവശ്യത്തിന് ഒരു 3000-ലധികം സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഒരു 3450 വാച്ച് അവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു 1 വർഷം ആകുന്നതിന് മുമ്പ്. അപ്പം വീഡിയോ തന്നെ ഇട്ടാണ് എനിക്ക് അത്രയും വ്യൂസൊക്കെ ആയത്. അപ്പോഴത്തേന് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ എന്തോ അറിയത്തില്ല, എൻ്റെ വ്യൂസ് അങ്ങ് പെട്ടെന്ന്, വ്യൂസല്ല നമ്മുടെ വാച്ച് അവർ പെട്ടെന്ന് അങ്ങ് കുറഞ്ഞു. ഒരു 3450 എന്നുള്ളത് പെട്ടെന്ന് തന്നെ 1200 1400-ലേക്കായി. അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ ഇരിക്കുമായിരുന്നു. അപ്പം പെട്ടെന്ന് ചാനൽ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ പരമാവധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത ചാനൽ ഇത്രയും, അത് തന്നെ എല്ലാവരുടെയും സപ്പോർട്ടില്ലാതെ നമ്മൾ തുടങ്ങിയതാണ്. ഇതിനകത്ത് ഇവിടെ വന്നപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വന്ന് ഷാർജ വന്നതിന് ശേഷമാണ് നമ്മൾ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ചാനൽ തുടങ്ങിയ സമയത്ത് ഇവിടെ വെറുതെ ഇരുന്ന സമയത്ത് നമ്മളൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷേ ആരുടെ സപ്പോർട്ടില്ലാതെ, വീട്ടിലെല്ലാവർക്കും സപ്പോർട്ടാണ്, ആരും ഹെൽപ്പൊന്നും ചെയ്യത്തില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഉള്ള ഇതുകൊണ്ട് നമ്മൾ ചെയ്യാമെന്നുള്ള രീതിയിൽ ചെയ്തു തുടങ്ങിയ ചാനലാണ്. അപ്പോൾ അത് കളയാനും എനിക്കൊരു മടി. നിർത്തണം എന്ന് കുറേ ഇങ്ങനെ വാച്ചോറ് കുറഞ്ഞിനി നമ്മൾ എത്ര നാൾ കൊണ്ടാണ് ഇങ്ങനെ വാച്ചോറ് റെഡിയാക്കി എടുക്കുന്നത് വിചാരിച്ചിരുന്ന സമയത്താണ്, ചാനൽ ഇങ്ങനെ നിർത്താം എന്നുദ്ദേശിക്കുന്ന സമയത്താണ് എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ വാച്ചോറ് കയറും എന്ന് പറഞ്ഞ് നമ്മൾ ലൈവ് ചെയ്യാൻ തുടങ്ങി. ആദ്യം കുറച്ച് വ്യൂസൊക്കെ കുറവായിരുന്നു. അങ്ങനെ അതിന് ശേഷം കുറച്ച് വ്യൂസൊക്കെ ആയി. ലൈവ് ചെയ്ത് നല്ല എനിക്ക് വാച്ചോറ് ഒരു 3 മാസത്തിനുള്ളിൽ എനിക്ക് വാച്ചോറ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ അതെനിക്ക് വലിയൊരു ടാസ്ക് ആയി തീർന്നു. കാരണം എനിക്ക് ഒത്തിരി സമയം ലൈവ് ചെയ്യാനുള്ള ഒത്തിരി സമയം ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഞാനതങ്ങ് മറന്നുപോയി സത്യത്തിൽ. ഈ വാച്ചോറ് കംപ്ലീറ്റ് ചെയ്യാനുള്ള വിഷമല്ല, ആഗ്രഹം കൊണ്ട് നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് നമുക്ക് ചാനൽ എങ്ങനെയും മോണിറ്റൈസേഷൻ ആക്കണം എന്നുള്ള ചിന്തയിൽ ഞാനത് എൻ്റെ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കാതെ തന്നെ ലൈവ് ചെയ്തു. ഒരു ദിവസം 3 ലൈവൊക്കെ ചെയ്ത് ഞാനങ്ങ് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ അതെനിക്ക് ഇപ്പോഴാണ് എനിക്കതിനെ കുറിച്ച് എൻ്റെ വാച്ച് അവർ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. പക്ഷേ ഇപ്പോൾ അത് എനിക്ക് നെഗറ്റീവായിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് നേരത്തെ നാട്ടി വെച്ചുണ്ടായിരുന്ന ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് നെക്കിൻ്റെ ഇവിടെ നിന്ന് ഞരമ്പ് ചുരുങ്ങുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഇരുന്നിങ്ങനെ ജോലി ചെയ്തതിനുണ്ടായിരുന്നു. നാട്ടിലൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ കുറേ സ്റ്റിച്ചിങ് ആയിരുന്നു എനിക്ക് നാട്ടിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വന്നിട്ട് ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ലായിരുന്നു. അന്നേരം സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ടിരുന്നത് ഒരേ സമയം ഇരിക്കുന്നതുകൊണ്ടായിരുന്നു തോന്നുന്നു എൻ്റെ ഞരമ്പിൻ്റെ ഈ ഭാഗത്ത് ചുരുക്കം ഉണ്ടായിരുന്നു. അത് കുറേ നാൾ നെക്കിൽ വെയിറ്റൊക്കെ ഇട്ടാണ് അത് മാറിയത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് ഇത് 3 മാസം അടുപ്പിച്ചിങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കാം വയ്യാതെയായി. അതുകൊണ്ട് എനിക്ക് മോണിറ്റൈസേഷൻ ആക്കി തന്ന എൻ്റെ കൂട്ടുകാരോടും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും പറയാനുള്ളത്, എൻ്റെ ചാനലിൽ വീഡിയോ ഒക്കെ കാണും. പക്ഷേ ലൈവ് ഞാൻ കുറച്ച് നാളത്തേക്ക് നിർത്തുവാണ്. എനിക്ക് കുറേ സമയം ഇരുന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴത്തേന് ഇനിയിപ്പോൾ കുറേ നേരം ഇരുന്നോ ഉള്ള ജോലികളൊന്നും ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കാരണം നമ്മുടെ ചാനലിൽ ഇനി കുറേ നാളത്തേക്കിന് എൻ്റെ ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെയാണ്. ഇടയ്ക്കൊക്കെ ഞാൻ ലൈവ് ഇടും. എന്നാലും ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആയി വരുന്നവരെ കുറേ നാളത്തേക്കിന് ഇനി ലൈവൊന്നും എൻ്റെ ചാനലുണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇത്രയും നാൾ എന്നോട് സപ്പോർട്ട് ചെയ്ത് നിന്ന് എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് പറയാനുള്ളത്, കുറേ എൻ്റെ നല്ലവരായ സുഹൃത്തുക്കളെല്ലാം എൻ്റെ ലൈവ് വരുന്ന എൻ്റെ കൂട്ടുകാരെല്ലാം ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താണ് ലൈവ് നിർത്തിയത്, ലൈവ് ഇടുന്നില്ല, എന്ത് പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും പ്രത്യേകിച്ച് കമൻറ്റിലൊന്നും ഇട്ട് പറയണ്ടല്ലോ, ഒരുമിച്ചൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ വിശദമായിട്ട് എൻ്റെ ചാനലിൻ്റെ കാര്യവും ലൈവിൻ്റെ കാര്യവും പറഞ്ഞത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കേട്ടോ. നമ്മുടെ ചാനലിലുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നത്. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോസിലൂടെ എല്ലാവരെയും കാണുന്നതായിരിക്കും.